ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ T20യിൽ മികച്ച വിജയം കൈവരിച്ച ഇന്ത്യ ബാറ്റിംഗിലും ബോളിംഗിലും മികവ് പുലർത്തി. ശനിയാഴ്ച രണ്ടാം T20 ചെന്നൈ ചെപ്പോക്കിലാണ് നടക്കുന്നത്. T20യിൽ തുടർച്ചയായി അൺബീറ്റനായിട്ടാണ് ഇന്ത്യ ഗംഭീറിന് കീഴിൽ കളിക്കുന്നത്. സ്പിന്നിനെ തുണയ്ക്കുന്ന ചെന്നൈ പിച്ചിൽ വീണ്ടും ബോളിംഗിൽ മികച്ച പെർഫോമൻസ് ഇന്ത്യ കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. മുഹമ്മദ് ഷമി കളിക്കാൻ സാധ്യത കൂടുതലാണ്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് മുഹമ്മദ് ഷമിയെ തയ്യാറാക്കിയെടുക്കുക എന്നതാവും ലക്ഷ്യം. കൂടാതെ താരത്തിന്റെ ഫിറ്റ്നസും മെച്ചപ്പെടുന്നതുകൊണ്ട് താരത്തിനെ ബെഞ്ചിലിരുത്താൻ സാധ്യത കുറവാണ്. ആദ്യ മാച്ചിൽ ഹർദിക് പാണ്ഡ്യയാണ് ഹർഷദീപ് സിംഗിന് കൂട്ടായി ന്യൂ ബോളിലെത്തിയത്. രവി ബിഷ്ണോയ്ക്ക് പകരമാവും മുഹമ്മദ് ഷമി എത്താൻ സാധ്യത. ചെന്നൈ പിച്ച് സ്പിന്നറിനെ തുണയ്ക്കുന്നതിനാൽ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരം വാഷിംഗ്ടൺ സുന്ദർ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും സീം ബോളിംഗ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡി കഴിഞ്ഞ കളിയിൽ താരത്തിന് ബാറ്റിങ്ങിലോ ബോളിങ്ങിലോ അവസരം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിച്ചിന്റെ കണ്ടീഷൻ അനുസരിച്ചാവും ടീം 11ൽ മാറ്റമുണ്ടാവുക. കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു സാംസന് മികച്ച തുടക്കം ലഭിച്ചെങ്കിലും താരത്തിനത് മുതലാക്കാൻ സാധിച്ചില്ല. ഇനിയുള്ള മത്സരങ്ങളിൽ താരത്തിന്റെ മികച്ച ഇന്നിംഗ്സുകൾ പിറക്കുമെന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത്. 34 പന്തിൽ 79 റൺസാണ് അഭിഷേക് ശർമ്മ അടിച്ചുകൂട്ടിയത്. ഈ മികച്ച ഓപ്പണിംഗ് ജോഡിയുടെ മികച്ച ഇന്നിംഗ്സുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. കൂടാതെ ചെന്നൈ പിച്ചിൽ വരുൺ ചക്രവർത്തിയുടെ മികച്ച ബോളിംഗും കാണാൻ സാധിക്കും. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.